നിങ്ങൾ കൊച്ചിയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ബീച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കുമ്പളങ്ങിയിലൊക്കെ വരുവാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണിത്. സഞ്ചാരികൾ വരുന്നതിനോടൊപ്പം തന്നെ ഫിഷിങ്ങിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നൊരു ബീച്ചാണിത്. ഈ ബീച്ചിലേക്കുള്ള വഴി കയറുമ്പോൾ തന്നെ അടിപൊളിയാണ്. കോവിഡിനൊക്കെ മുമ്പ് വരെ ഇവിടെ അധികാരം വരാത്തൊരു സ്ഥലമായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. അതോടെയാണ് ആൾക്കാർ പുതിയ ബീച്ചുകൾ തപ്പി ഇറങ്ങിയത്. അങ്ങനെ ഫേമസ് ആയ ഒരു ബീച്ച് കൂടിയാണിത്. പിന്നെ ഇവിടെ ധാരാളം അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ കുളിക്കാനൊക്കെ വരുന്നവർ അതുകൂടി ശ്രദ്ധിക്കണം. താരതമ്യേന മറ്റ് ബീച്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാലിന്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതൊരു സൺഡേ ആയതുകൊണ്ടാണ് ഈ ബീച്ചിൽ ഇത്രയും തിരക്ക് കാണുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണിത്. ഇവിടെ നിന്നുകൊണ്ടുള്ള സൺസെറ്റൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ ആൾക്കാർ ഇപ്പോൾ കുളിക്കാനായിട്ട് ധാരാളമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റൽ പോലീസൊക്കെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്നല്ല ഏതൊരു ബീച്ചിൽ പോയാലും നമ്മുടെ സേഫ്റ്റി നോക്കി വേണം ഇറങ്ങാൻ. ദൂരെ നിന്നൊക്കെ വരുന്നവരാണ് ഈ ബീച്ചിൽ കൂടുതലായിട്ട് അപകടത്തിൽപ്പെടുന്നത്. കണ്ടക്കടവിലെ മറൈൻ വാക്വേ നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഇത്ര ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ ധാരാളം ലൈറ്റുകൾ വന്നു, ധാരാളം കടകൾ വന്നു. ധാരാളം കടകളൊക്കെ ഇവിടെ തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ആൾക്കാർക്ക് അതൊരു വരുമാന മാർഗമായി. പിന്നെ ഇവിടെ വരുന്നവരോട് പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം, അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയുള്ളൊരു ബീച്ചാണിത്. ഇവിടെ വരുന്നവരും എന്തായാലും ആ മാന്യത കാണിക്കണം. പിന്നെ ബീച്ചിലേക്ക് വരുന്നവർ കാറുകളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിക്ക് വേണം പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേര് പുത്തൻതോട് ബീച്ച് എന്നാണ്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ ഉണ്ട്. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.